മരണം ആസന്നമായാൽ ചെയ്യേണ്ട അടുത്ത കർമ്മം തഗ്മീദുൽ ബസരി, കണ്ണ് പൂട്ടിക്കൊടുക്കുക എന്ന കർമ്മമാകുന്നു. കണ്ണ് പൂട്ടിക്കൊടുക്കണം. എന്തുകൊണ്ട് ഇന്നൽ ഐന ആഖിറു ശൈഇൻ യഖ്റുജു മിൻഹു റൂഹ് പുറപ്പെട്ടു പോകുന്ന അവസാനത്തെ സാധനം കണ്ണാണ്. വഅവ്വലു ശൈഇൻ യുസ്റഉ ഇലൈഹിൽ ഫസാദു, ആദ്യം ചീഞ്ഞു പോകുന്ന അവയവവും കണ്ണാണ്. ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? ആ അവസാനമായി റൂഹ് പോകുന്ന അവയവം കണ്ണാണ്. ഖബറിൽ വെച്ചാൽ ആദ്യം ചീഞ്ഞു പോകുന്ന അവയവവും കണ്ണാകുന്നു. അതുകൊണ്ടാണ് ഉമ്മി സലമത ഖാലത് ദഖലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്നിടത്തേക്ക് പുണ്യ നബി വന്നു. വഖദ് ശുഖ ബസറുഹു, കണ്ണ് തുറന്നു കിടക്കുകയാണ്. ഫഅഗ്മലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തന്നെ കണ്ണങ്ങോട്ട് പൂട്ടി. മനസ്സിലായില്ലേ? കൈയിന്റെ വിരലുകൊണ്ട് എന്ത് ചെയ്യാ? മെല്ലെ മയ്യത്തിന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ബിരിഫ്ഖിൻ, വളരെ മാർദ്ദവമായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? കണ്ണ് മെല്ലെ പൂട്ടി കൊടുക്കുക. എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില, റൂഹിനെ പിടിക്കപ്പെട്ടാൽ തബിഅഹുൽ ബസറു. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി പറയാണ്, ഉമ്മു സലമ ബീറ ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട പ്രഗൽഭ ഹബീബായ നബിയുടെ ഭാര്യയായ, നേരത്തെ അബൂ സലമയുടെ ഭാര്യയായിരുന്നു. ആ അബൂ സലമയുടെ ഭാര്യയായ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി പറയാ, എന്റെ ഭർത്താവ് അബൂ സലമ മരിച്ചിടത്തേക്ക് പുണ്യ നബി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണ് തുറന്നെടുത്തിരുന്നു. ഹബീബായ നബി മെല്ലെ വിരലുകൊണ്ട് അങ്ങനെ പൂട്ടിക്കൊടുത്തു എന്ന് പറയും. എങ്ങനെയാ പൂട്ടിക്കൊടുക്കുന്ന? എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ നേരത്ത് സുന്നത്താണ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ശ്രദ്ധിക്കുക. ഏതുപോലെ ഖബറിൽ ഇറക്കുന്നത് പോലെ. അപ്പൊ ഞാൻ പിന്നെ വരാം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. എന്നാൽ താബിഈങ്ങളിൽ പ്രഗൽഭനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തദ്കിറത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറയുകയും സുമ്മ യുസബ്ബിഹു, പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. എന്തുകൊണ്ട്? അവിടെ മലക്കുകളുടെ സാഹചര്യമാണ്. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. മലക്കുകളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് എങ്കിലും പ്രധാനമായി സുന്നത്ത് ഇത്രയേ ഉള്ളൂ, ചെയ്താൽ നല്ല കാര്യമാണ്. എന്ത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മെല്ലെ കണ്ണ് മെല്ലെ അങ്ങനെ പൂട്ടിക്കൊടുക്കുക. ഹബീബാൻ എന്നാൽ തസ്ബീഹ് ചെല്ലാം എന്നാണ്. തസ്ബീഹ് ചെല്ലലും നല്ല കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അൻ ശദ്ദാദ് ബിൻ ഔസിൻ ഖാല റസൂലുള്ളാഹി, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി പറയാ, ഇദാ ഹളർതും മൗതാക്കും, മരിച്ചിടത്ത് നിങ്ങൾ ചെന്നാൽ ഫഅഗ്മിലുൽ ബസറ, കണ്ണ് പൂട്ടിക്കൊടുക്കണം. ഫഇന്നൽ ബസറ യത്ബഉർ റൂഹ, അത് റൂഹിനോട് പിന്തുടരും, അത് ചെയ്തു കൊടുക്കണം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത് ചെല്ലുകയും വേണം, പൂട്ടിക്കൊടുക്കുകയും വേണം. എന്നാൽ മയ്യത്തിനെ എടുത്തു പൊക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവിടെ സുന്നത്ത് എന്താകുന്നു? യുസബ്ബിഹു മൻ യഹ്മിലു, മയ്യത്തിനെ വഹിക്കുന്നവരെല്ലാം. ഉദാഹരണം പറയാ, മയ്യത്തിനൊന്ന് അങ്ങോട്ട് മരിച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി കിടത്തേണ്ടി വന്നു. നമ്മൾ കിടത്തുന്ന രൂപത്തിലല്ല കിടത്തിയിരുന്നതെന്ന് വെക്കൂ, അങ്ങനെ വെക്കൂ. അപ്പോൾ പിന്നെ മയ്യത്തിനെ പൊക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിന്റെ പ്രത്യേകത അർബഉ കലിമാതിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 4 വാക്കുകളാണ്. തസ്ബീഹ് ചെല്ലൽ, ഇതിൽ മുഅ്തസിലി കുളിപ്പിക്കുന്നിടത്തൊക്കെ മറ്റോരൊക്കെ അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് ചെല്ലേണ്ടത്. നിഹായ ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ 5-ാം വാള്യത്തിന്റെ 80-ാമത്തെ പേജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കർമ്മം താടി കെട്ടുകയാകുന്നു. താടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം വീതിയുള്ള ശീലകഷ്ണം ഉപയോഗിക്കണം. ശ്രദ്ധിക്കുക. എങ്ങനെ താടി കെട്ടേണ്ടത്? ആ ഭാഗം വായിക്കാൻ, എന്റെ വാക്കൊന്നും പറയണില്ല. ആ ഭാഗം എന്നാ പിന്നെ ഓടിക്ക കുറെ വർത്താനം പറയേണ്ട ആവശ്യമില്ല. അയാളുടെ താടി കെട്ടണം. ഈ 2 താടിയും, കീഴ്ത്താടിയും മേൽത്താടിയും കൂട്ടിക്കെട്ടുക. അതിനെന്ത് ചെയ്യാ?
ഒരു വീതിയുള്ള കെട്ടുകെട്ട തഅമ്മുഹുമ, ഈ രണ്ട് താടിയെയും കൂട്ടുന്ന രൂപത്തിൽ കെട്ടുക. എന്നിട്ട് ആ രണ്ടിനെയും കൂട്ടിക്കെട്ടണം. ഫൗഖ റഅ്സിഹി, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് രണ്ടും കൂട്ടിയിട്ട് എവിടെ കെട്ടുക? മൂർത്താവിന്റെ കെട്ടലിൽ. അല്ല യദ്ഖുല ഫാഹുൽ ഹവാമു, വായിലേക്ക് മോശപ്പെട്ട ജീവികൾ, പ്രാണികൾ കയറാതിരിക്കാൻ വേണ്ടി. തുഹ്ഫ 3-ാം വാള്യത്തിന്റെ 95-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇനി അടുത്ത കർമ്മം ശ്രദ്ധിക്കുക. വലുയീനത്ത് അസാബിഉഹു, തുഹ്ഫ 3-ാം വാള്യം 96-ാം പേജ്. വലുയീനത്ത് അസാബിഉഹു വ മഫാസിലുഹു, അയാളുടെ സന്ധികളെയും വിരലുകളെയും എല്ലാം ഒന്ന് മയപ്പെടുത്തി വെക്കുക. റൂഹ് പോയ ഉടനെ തന്നെ അതെന്ത് ചെയ്യുക? മുഴങ്കൈനെ തോളങ്കയിലേക്ക് ഒന്നിങ്ങനെ കയറ്റിയിട്ട് നിവർത്തി വെക്കുക. മനസ്സിലായില്ലേ? വസാഖഹുലി ഫഖറിഹി, അയാളുടെ ഈ കാലിനെ തൊടയുടെ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ കയറ്റിയിട്ട് നിവർത്തി വെക്കുക. വഹുവലി ഫഖറിലി ബത്നിഹി, ഈ തൊടഭാഗത്തെ നേരെ വയറ്റിന്റെ ഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്നങ്ങനെ നിവർത്തി വെക്കുക. എന്തുകൊണ്ട്? കഴുകൽ, കുളിപ്പിക്കൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. അന്നേരത്ത് മയ്യിത്തിന് ഒരു ചൂടുണ്ടാകും. അതുകൊണ്ട് അപ്പ ചെയ്താൽ വളരെ വൃത്തിയാവും. മരിച്ച ആളുകൾ മരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് എന്തിനങ്ങനെ പറഞ്ഞറിയോ? ഇത് ജനകീയമാകണം, എല്ലാ വീട്ടിലും ഇത് ഉണ്ടാവണം. ഒരണ്ടുണ്ടാവില്ല. ചില ആളുകളൊക്കെ കുളിപ്പിക്കാൻ എടുക്കുന്ന നേരത്ത് വളരെ വിഷമുണ്ടാവും. പ്രത്യേകിച്ച് കുറെ രോഗിയായി കിടക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വളഞ്ഞും മറ്റും കിടന്നിട്ട് അവരെ കയ്യും കാലും ഒക്കെ ഒരു നിരക്ക് അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചുണ്ടാക്കണം. കൈവിരലുകളെല്ലാം കൈവെള്ളയിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നിവർത്തി വെക്കണം. പിന്നെ അതിനെ നീട്ടി വെക്കുക. ഒരു ചൂടുണ്ടാവും. ആ നേരത്തെ ചെയ്താൽ വളരെ ഭംഗിയായി കിട്ടും. ആ സന്ധികളെയും വിരലുകളെയൊക്കെ ആ നേരത്തെ മയപ്പെടുത്തിയാൽ അത് വളരെ മയപ്പെടുത്തി നിൽക്കുന്നതാണ്, കുഴപ്പമൊന്നും വരില്ല. ഇല്ല, അപ്പോൾ മയപ്പെടുത്തിയിട്ടില്ലെങ്കിലോ ലമ്യക്കുൻ പിന്നീട്ട് മയപ്പെട്ട് കിട്ടുകയില്ല. ഇതിനെ മയപ്പെടുത്താൻ ആവശ്യമായി വന്നാൽ എണ്ണ ഉപയോഗിക്കേണ്ടി വന്നാലും വിരോധമൊന്നുമില്ല. ശ്രദ്ധിക്കുക. ചില ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലങ്ങളോളോ മാസങ്ങളോളോ ഇങ്ങനെ കിടന്നിട്ട് അവരെ കയ്യും കാലും ഒക്കെ ഒരു പക്ഷേ വളഞ്ഞിട്ടുണ്ടാവും. അത്തരം ആളുകളെ ആ മരിച്ച ഉടനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്, ആവുന്ന വിധത്തിൽ നിർത്താൻ വേണ്ടി അവിടെയും ഒരിക്കലും ശക്തി ഉപയോഗിക്കാൻ പാടില്ല. ആവുന്ന വിധത്തിൽ നിന്ന് നിർത്തിയേൽക്കാൻ വേണ്ടി ഒരല്പം എണ്ണ ഉപയോഗിച്ചാലും അതൊന്നും തെറ്റില്ല. ചൂടുവെള്ളം ഉപയോഗിക്കാം, എണ്ണ ഉപയോഗിക്കാം, അതിനൊന്നും വിരോധമില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തുഹ്ഫ നിഹായയുടെ 4-ാം വാള്യത്തിന്റെ 450-ാമത്തെ പേജിൽ ആ സംഭവം രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ മരണത്തോടുകൂടെ ശ്രദ്ധിക്കണം. മരണത്തോടുകൂടെ മുസ്തഫ റസൂലുള്ളാഹിനെ മൂടിയിരുന്നു. വേഗം അപ്പോൾ അയാൾ ധരിച്ച വസ്ത്രം എത്ര നല്ല വസ്ത്രമാണെങ്കിലും അത് നീക്കം ചെയ്യുകയും ശരീരം മുഴുവനും മൂടുന്നവർ വസ്ത്രം കൊണ്ട് മറക്കുകയും വേണം. ഇഹ്റാമിലല്ലാത്ത ആളുകളാകുമ്പോൾ അതിന്റെ ഒരു ഭാഗം തലയുടെ താഴെ. ഇഹ്റാമിലായ ആളുകൾ മരിച്ചാൽ തല മൂടാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ അടുക്കൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ചൊല്ലിയിട്ടാണ് മുഹരിമായ ആളുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ വരികയെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ഇഹ്റാമിന്റെ ഹുർമത്തിനെ നശിപ്പിച്ച് കളയരുത്. ഇഹ്റാമിലായ ആളുകളാണെങ്കിൽ തലമറക്കരുത്. അല്ലാത്ത ആളുകളൊക്കെ തലമറച്ചു കൊടുക്കുക. തലയുടെ ഒരു ഭാഗത്തേക്ക്, താഴ്ഭാഗത്തേക്ക് അതിന്റെ ഒരു ഭാഗവും ഒരു ചിലൈഹി രണ്ടാമത്തെ ഭാഗം കാലിന്റെ അടിയിലുമൊക്കെ പൂർണ്ണമായും മൂടുക. ഒരു നേരെയായ വസ്ത്രം, നേർമയായ വസ്ത്രം. പക്ഷെ നേർമ എന്ന് പറയുമ്പോൾ തന്നെ അത് ഉദാഹരണം പറയാ, നേർമയായ വസ്ത്രം എന്ന് പറഞ്ഞാൽ പറ്റേ നൈസായിട്ട് അയാളുടെ അവയവങ്ങളെ പ്രത്യക്ഷപ്പെട്ടെടുക്കാൻ കഴിയുന്ന അവസ്ഥയാകാൻ
പാടില്ല. ഉദാഹരണം പറയാ, ഈ ഡബിൾ മുണ്ടിനെ നേരെ നടുകിലും പൊളിച്ചാൽ നേർമയായ വസ്ത്ര, പക്ഷെ നേർമയായ വസ്ത്രമാണെങ്കിലും അവയവം മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് കാണും. അതും ആ മയ്യത്തിന്റെ ഹുർമത്തിനെ നശിപ്പിച്ചു കളയില്ല. വളരെ ശ്രദ്ധിക്കണം. നേർമയായ വസ്ത്രം ആവണത് എന്തിനു വേണ്ടിയാണ്? കട്ടി കൂടിയാൽ അത് മയ്യത്തിനെ ചൂട് പിടിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് മയ്യത്തിനെ അത് നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നേർമയാകണമെന്ന് പറഞ്ഞത്. എന്നാൽ നേർമയാകുമ്പോഴാകട്ടെ പറ്റ നേർമയായി അവയവങ്ങൾ മുഴുവനും പുറത്ത് കാണുന്ന അവസ്ഥ ഉള്ളതാവാനോട്ട് പാടുമില്ല. പൂർണ്ണമായും മൂടി വെക്കണം. അത് ചെയ്യണം. പ്രധാനമായി ശ്രദ്ധിക്കണം. ഇവിടെ മയ്യത്തിനെ പൂർണ്ണമായി മൂടന്നെ വേണ്ടത്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കിട്ടാ, ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ചില പൊതുദർശനത്തിന് വെക്കൽ വളരെ അബദ്ധകരമായ സംഗതിയാകുന്നു. പൊതുദർശനത്തിന് വെക്കാൻ മുസ്ലിമീങ്ങളിലും ഇപ്പോൾ സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. ചില വലിയ ആളുകളാകുമ്പോൾ ഒരു പൊതുദർശനത്തിന് വെക്കൽ എങ്ങനെ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടതാണ് ഒരു പൊതുദർശനത്തിന് വെക്കൽ. ഈ പൊതുദർശനത്തിന് വെക്കുന്ന ആളുകളെ എല്ലാം മൂടും, എന്നിട്ട് എന്ത് ചെയ്യും? തലയെടു തുറക്കും. കണ്ടിട്ടില്ലേ? അത് ഒരിക്കലും പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? മയ്യത്തിനെ പൂർണ്ണമായും മൂടി വെക്കണം. ഇനി ധാരാളം ആളുകൾ കാണാനുണ്ടെങ്കിൽ കാണുന്ന ഭാഗത്തേക്ക് ഞാൻ വരാം. അവിടെ കുറച്ച് പറയാനുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. എങ്കിലും ഓരോരുത്തർക്ക് വേണ്ടിയും എന്ത് ചെയ്യണം? വേറെ തുറന്നു കൊടുക്കാൻ വേണ്ടത്. അത് അന്യരിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നതാണ്. യഹൂദിയത്ത് നമ്മളിലേക്ക്, നസ്രാനിയത്ത് നമ്മളിലേക്ക് പകർന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മളിലേക്ക് പകരാനുള്ള അടിസ്ഥാന കാരണം നസ്രാനിയത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതങ്ങളായിരിക്കും. അത് നമ്മളിലേക്ക് പകർന്നതാ. ഹബീബായ റസൂലുള്ളാഹി കാണൽ കൊണ്ട് ബറക്കത്തെടുക്കുകയാണെങ്കിലും ലക്ഷക്കണക്കായ സ്വഹാബികളുടെ ഗുരുനാഥനും ലോകം കണ്ട നേതാവുമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും ഈ രൂപത്തിൽ പൊതുദർശനത്തിന് വെച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി വഫാത്താവുന്നതോടുകൂടെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സുജിയ ബി സൗബിൻ യമനിയിൻ, ഒരു യമനി വസ്ത്രം കൊണ്ട് റസൂലുള്ളാഹിനെ പൂർണ്ണമായി അങ്ങോട്ട് മൂടി എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂടി. അതിൽ ചില വരകളും ഉണ്ടായിരുന്നു, എന്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ആളുകൾക്ക് കാണണ്ടേ, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അങ്ങനെ വന്നാൽ ഓരോ ആളുകൾക്കും വേറെ തുറക്കുകയും മൂടുകയും വേണം. ഇങ്ങനെ പൊതുദർശനത്തിന് ഈ മുഖം തുറന്നിട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മയ്യത്തിന്റെ ഹുർമത്തിനെ നശിപ്പിച്ച് കളയലാണ്. മയ്യത്തിനൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തിനെതിരാണ്. അത് അബദ്ധങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അബദ്ധമാണ്. അത് വളരെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പൊതുകാര്യ പ്രസക്തന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരിച്ചാൽ ധാരാളം ആളുകൾ കാണാനുണ്ടാവും. ഒരു പൊതുവായ സ്ഥലം മദ്രസ, അല്ലെങ്കിൽ ഒരു പൊതുവായ സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഹാൾ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് ഏർപ്പെടുത്തുന്ന രീതി പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതൊരു ഗുണകരമായ സംഗതി അല്ലെന്നും അത്തരം ചെയ്യാൻ വേണ്ടി വന്നാൽ ഓരോരുത്തർക്കും അത് തുറന്നു കൊടുക്കുകയാണ് വേണ്ടതെന്നും ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ഗൗരവമായി കണക്കിലെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം, മൂടിയ വസ്ത്രത്തിന്റെ മുകളിലോ താഴെയോ വെക്കുക. ലാകിന്നഹു ഫൗഖഹു അഅല, മുകളിൽ വെക്കലാണ് ഏറ്റവും നല്ലത്. ശൈഉൻ സഖീലുൻ, മനസ്സിലായില്ല? നേരെ തൊലിപ്പുറത്ത് വെക്കാതെ ഒരു തുണിയുടെ മേൽ വെക്കലാണ് ഒരു ശൈഉൻ സഖീലുൻ, ഒരു കനമുള്ള സാധനം. കനമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഏകദേശം, കനം എന്ന് പറയുമ്പോൾ ബേജാറാവണ്ട, ഏകദേശം 56 ഗ്രാമാണ് അതിന് ഫുഖഹാ കണക്കാക്കുന്ന ഇന്നത്തെ ഒരു കണക്കിന്റെ ശൈലി. 56 ഗ്രാം. മനസ്സിലാവണല്ലോ പറഞ്ഞത്? വലിയൊരു സാധനമാണ് കൊണ്ടുപോയി വെക്കരുത്. വളരെ അത് 56 ഗ്രാം, 56 വളരെ കുറഞ്ഞ ഒരു 56 ഗ്രാമാണ് ഏകദേശം അതിന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഫുഖഹാ ഇന്നത്തെ കണക്കനുസരിച്ച് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഏകദേശം 56 ഗ്രാമുള്ള ശൈഉൻ സഖീലുൻ മിൻ ഹരീരിൻ, ഇരുമ്പിന്റേത്, കമിർഅത്തിൻ ഒരു കണ്ണാടി, അങ്ങനത്തെ എന്തെങ്കിലും സാധനം. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്ത് താക്കോൽ തന്നെ വലിയ ഷോപ്പിന്റെ ഒന്നും താക്കോലാവരുത് കേട്ടോ. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ താക്കോലാവുമ്പോഴത്തിന് കുറച്ച് കൂടും. മനസ്സിലായ? താക്കോല് 56 ഗ്രാം ഇത് ഏകദേശം കണക്കാണ്. അത് ഇല്ലാതെയായാൽ അല്ലെങ്കിൽ മണ്ണ് ഉരുളയാക്കി വെച്ചാലും മതി. ഏറ്റവും നല്ലത് അല്ല വയറ് വീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത് ഇരുമ്പ് വെക്കലാണ്. ഇരുമ്പിന് അങ്ങനെ ചില പ്രത്യേകത ഉണ്ട്. വയർ വീർക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇരുമ്പ് തന്നെയാണ്. അതിലെന്തോ ഒരു പ്രത്യേകമായ രഹസ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഇരുമ്പിന്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അത് ഉറപ്പാണല്ലോ. ഇരുമ്പ് സത്യത്തിൽ ഭൂമിയുടെ ഉൽപ്പന്നം,
വഹീ പറഞ്ഞതുപോലെയാണ്. വഅൻസൽനൽ ഹദീദ്, എല്ലാം ഭൂമിയുടേതാണ്. ഇരുമ്പ് ഭൂമിയുടേത് അല്ല, വേറെ ഒന്നാണ് ഭൂമിക്ക് കയറ്റിയതാണ്. എല്ലാം ഭൂമിയുടേതാ. മരം ഭൂമിയുടേതാ, നബാത്തൊക്കെ ഭൂമിയുടേതാ, കല്ല് ഭൂമിയുടേതാ, ഇരുമ്പ് ഭൂമിയുടേത്. അൻസൽനൽ ഹദീദ്. ഇപ്പോൾ ആധുനിക ശാസ്ത്രം അത് സമ്മതിച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ ഒരു പ്രത്യേക ഗോളം ഉണ്ടായിരുന്നു, ആ ഗോളം പിന്നീട് ഭൂമിയിൽ ലയിച്ചതാണ് എന്നാണ് ഇപ്പോൾ ആസ്ട്രോഫിസിക്സിന്റെ അഭിപ്രായം. ഖുർആൻ എത്ര അള്ളാന്റെ കിതാബാണ് മനുഷ്യരെ. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബൈനാത്ത്. ചിന്തിക്കണം. ഞാൻ എത്രയോ കൊല്ലം മുമ്പ് ഈ വിഷയം ഇങ്ങനത്തെ എന്റെ ക്ലാസ്സിൽ പറയാറുണ്ട്. ഇരുമ്പ് ഭൂമിയുടേതാകാൻ ന്യായമല്ല, കാരണം അൻസൽനൽ ഹദീദ് എന്നാ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ആ വിഷയത്തിൽ ശാസ്ത്ര വിജ്ഞാപനം വന്നു, ഇരുമ്പ് ഭൂമിയുടേതല്ല. തമാശ പറയല്ല, ഇത് കേട്ട ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവും. ഇരുമ്പ് ഭൂമിയുടേതല്ല എന്ന് ഒരു 3-4 കൊല്ലം മുമ്പ് തന്നെ എന്റെ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം എല്ലാത്തിനെയും മുളപ്പിച്ചു എന്ന് പറഞ്ഞിടത്ത് ഇരുമ്പിനെ മുളപ്പിച്ചു എന്നല്ല പറയുന്നത്. അൻസൽനാ ലഖദ് അർസൽനാ റസുലനാ ബിൽ ബൈനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ് എന്നാ പറഞ്ഞിട്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ എന്റെ ഒരു രഹസ്യമുണ്ട് ഇരുമ്പിൽ, അതുകൊണ്ട് ഇരുമ്പ് വെക്കൽ തന്നെ നല്ലത് എന്ന്. മുസ്ഹഫ് വെക്കൽ ഖിറാഅത്താകുന്നു, ചില സമയത്ത് ഹറാമാകുന്നു. ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. മുസ്ഹഫ് വെക്കുക, മുസ്ഹഫിനെ വെക്കൽ ഖിറാഅത്താണ്. ഹറാമാണെന്ന് പറയലാണ് ഏറ്റവും യോജിച്ചത്. എന്തുകൊണ്ട്? എന്തെങ്കിലും വൃത്തികെട്ട അല്ലെങ്കിൽ മാലിന്യവുമായി ബന്ധപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ മുസ്ഹഫ് വക്കൽ ഹറാമ് തന്നെയാകുന്നു. മുസ്ഹഫിനോട് ചേർക്കപ്പെടേണ്ടതാണ് കുത്തുബുൽ ഹദീസ് വൽ ഇൽമിൽ മുഹ്തറമി, ബഹുമാനിക്കപ്പെടേണ്ട ഹദീസിന്റെയോ മറ്റ് വിജ്ഞാനത്തിന്റെയോ കിതാബുകൾ അത് വെക്കാൻ പാടില്ല എന്ന്. അവിടെ പിന്നെ മറ്റൊരു കാര്യം, ഈ 2 സുന്നത്തുകളും തമ്മിൽ എതിരായാൽ ശ്രദ്ധിക്കുക. 2 സുന്നത്ത് തമ്മിൽ എതിരായാൽ, ഏതാ 2 സുന്നത്ത്? വയറ്റിന്റെ പുറത്ത് എന്തെങ്കിലും വെക്കുകയും പിന്നെ ചെരിച്ചു കിടത്തുകയും ചെയ്യാ. ചെരിച്ചു കിടത്തിയാൽ ശ്രദ്ധിക്കുക, ചെരിച്ചു കിടത്തിയാൽ ഖിബിലയിലേക്ക് ചെരിച്ചു കിടത്തിയാൽ പിന്നെ വയറ്റിന്റെ പുറത്ത് ഈ സഖീലായി ഈ കനം വെക്കാൻ കഴിയില്ല എന്ന് വന്നാൽ പിന്നെ അവിടെ ഏറ്റവും നല്ല രൂപം 2നെയും യോജിപ്പിച്ച് ഫുഖഹാവ് പറയുന്നുണ്ട്. വയറ്റത്ത് അത് മൃദുവായി ബാക്കിലേക്ക് കെട്ടേണ്ടതാകുന്നു, എന്നാലും ഇത് ഒഴിവാക്കേണ്ടതല്ല. ശ്രദ്ധിക്കുക, അതായത് ഖിബിലയിലേക്ക് ചെരിച്ചു കിടത്തുക. അപ്പൊ ഏതു കിടത്തലല്ല, അത് ഫുഖഹാവ് ചർച്ച ചെയ്യണമല്ല. ഏത് കിടത്തൽ? ഇന്ന് നമ്മുടെ ചില മലബാറിന്റെ ഭാഗങ്ങളിൽ കാണുന്ന ഒരു കിടത്തൽ, അതായത് നേരെ തെക്ക് വടക്കാക്കിയിട്ട് കിടത്തിയിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ പറഞ്ഞ അങ്ങയുടെ അണ്ടി ഇങ്ങനെ പിന്നെ യമീനം ശിമാലനാക്കുന്നത് പോലെ തലഭാഗം മാത്രം ഒന്നുകൂടി ചെരിക്കുക. ഈ ഒരു സമ്പ്രദായം ഫുഖഹാവ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചന്റെ ആവശ്യമില്ലല്ലോ. ചെരിച്ചു കിടക്കുന്ന നേരത്ത് വയറ്റത്ത് കല്ല് വെക്കാൻ ഇരുമ്പ് വെക്കാൻ കഴിയാതെ വന്നാലോ എന്ന് പറയണമെങ്കിൽ നമ്മളെ ഈ കടത്തലല്ല. ആ കടത്തൽ എന്തെന്നെയാണ്? ശരീരം പൂർണ്ണമായി അങ്ങോട്ട് തിരിയാ ഖിബിലയിലേക്ക്. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെയായാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ നല്ലത് എന്താണ് കിഴക്ക് ഭാഗത്തേക്ക് തലയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലായിട്ട് തല ഉയർത്തലാണ് എന്ന്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ തുഹഫയൊക്കെ അത് പൂർണ്ണമായി യോജിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 സുന്നത്തും എടുക്കാം. എന്ത് ചെയ്താൽ മതിയോ? വയറ്റിൽ ഈ ഇരുമ്പ് വെച്ചിട്ട് താഴ്ഭാഗത്തേക്ക് മെല്ലെ ഒന്ന് പിടിച്ചു കിട്ടുക. ഇതും അതൊക്കെ തുഹഫ 3-ാം വാള്യത്തിൽ 96-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. താഴെ വെക്കാതിരിക്കുക. എന്തിന്റെങ്കിലും മുകളിൽ മയ്യത്തിനെ കിടത്തുക. അതിന്റെ അടിയിൽ വിരിപ്പൊന്നും ഇല്ലാതിരിക്കുക. നേരെ ഒരു പടിയിൽ ബെഞ്ചിൽ നേരിട്ട് കിടത്തുക. അല്ല ഫിറാഷു, എന്തെങ്കിലും വിരിപ്പ് വിരിച്ച ആ വിരിപ്പ് കാരണമായും മയ്യത്തിന് ചൂട് പറ്റാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇതെല്ലാം നിർവഹിക്കേണ്ടത് ഏറ്റവും ലഘുവായ മാർഗത്തിലൂടെ ഇത് നിർവഹിക്കേണ്ടത് അവന്റെ കുടുംബത്തിൽ അവന്റെ മഹാരിമിൽ ഏറ്റവും അവനോട് ലഘു ചെയ്യുന്ന ആളുകളാവുന്നു, ലഘൂകരിക്കുന്ന ഏറ്റവും സ്നേഹബന്ധമുള്ള ആളുകൾ.
ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ഇതൊക്കെ കുടുംബം തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. കാരണം മയ്യത്തിന് വിഷമൊന്നും ഉണ്ടാവരുത് എന്ന് മറ്റാരെക്കാളും താല്പര്യം ഇവർക്കാവുന്നുണ്ട്. വേറുള്ളവർക്ക് എന്താണ്, അവരങ്ങാടി എന്ന് വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത് ആര് തന്നെയാ ചെയ്യേണ്ടത്? വീട്ടിലുള്ളത്. ഭാര്യക്കാണെങ്കിൽ ഭർത്താവ്, ഭർത്താവിനാണെങ്കിൽ ഭാര്യയും നല്ല പ്രവർത്തനം തന്നെയാണ്. കുളിപ്പിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ വിഷയം വിശദീകരിക്കാം. അള്ളാഹു നാഫിയായ തരട്ടെ. ഇനി മയ്യത്ത് മരിച്ച വീട്ടിൽ നടക്കുന്ന വേറൊരു പരിപാടിയുണ്ട്. ആ അള്ളി റസൂലും പറഞ്ഞൊന്നും അല്ലെങ്കിലും അതേക്കുറിച്ചൊരു അഭിപ്രായം നമുക്ക് പറയാം. മരിച്ചൂണ് കേൾക്കുമ്പോഴത്തിനങ്ങട്ട് ആട്ടാസിക്കന്നെ വളരെ ചിന്തിക്കണം. ഇതിന്റെ വക്കിടാക്കൾ ഏകദേശം പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. ഇത് സംബന്ധമായ ചില വിഷയം ഇതൊക്കെ ശരായി പറഞ്ഞത്, അതിനൊന്നും ആളുണ്ടാവില്ല. ഇതിനൊക്കെ അങ്ങാടി നാട്ടിലുള്ളവരൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാരാ? മയ്യത്തിന്റെ കൈ നന്നായി കൊടുക്കുക, കാല് നിർത്തി കൊടുക്കുക, വെണ്ണട്ടണമെങ്കിൽ അത് ഭംഗിയാക്കി കൊടുക്കുക, ഒരു വയറ്റത്തിൽ ചെറിയ കനം ഇരുമ്പിന്റെ അത് വെച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആളുകളാരാ? മുട്ടുമൂട ഇതൊക്കെ ചെയ്യേണ്ടതാരാ? വീട്ടുകാരാ. വീട്ടുകാരാ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും ചെയ്യേണ്ടത്. ഇതൊന്നും അവര് ചെയ്യൂല. പിന്നെ പണിയൊക്കെ ചെയ്യാരാ? നാട്ടുകാര്. അവര് ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താ അവര് ചെയ്യാന്നറിയോ? മരിച്ച നാടോടുകൂടെ പിന്നെ അങ്ങോട്ട് ആർപ്പ് വിളിക്കന്നെ. ചെയ്യേണ്ടത് ചെയ്യൂല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. ശ്രദ്ധിക്കണം. എന്താ അതിന്റെ മസാല? വളരെ ചിന്തിക്കണം. അന്നബി മാലിക്കിൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി, പുണ്യനബി പറഞ്ഞു അർബഅൻ ഫീ ഉമ്മതി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന. ജാഹിലിയത്തിന്റെ 4 കാര്യം എന്റെ സമുദായം ഒരു കാലത്ത് ഒഴിവാക്കൂല. 4 കാര്യം എന്റെ സമുദായത്തിലുണ്ടാവും. ജാഹിലിയത്തൊക്കെ ഞാൻ തുടച്ചു നീക്കിയിട്ടുണ്ടെങ്കിലും 4 വിടാൻ എന്റെ സമുദായം തയ്യാറാവുകയില്ല. സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കുക. 1, അൽ ഫഖ്റു ഫിൽ അഹ്സാബി, തറവാട്ടിന്റെ മഹിമ പറയുക. അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ അവിടുത്താണ്, ഞാൻ മറ്റടുത്താണ് എന്നിങ്ങനെ വലുപ്പത്തിൽ അങ്ങനെ പറയാ. എല്ലാം അങ്ങനെ പറയാ. ആ തലശ്ശേരി ഭാഗം അങ്ങനെയാണ്. കൊയിലാണ്ടി കഴിഞ്ഞോടുകൂടെ എല്ലാവരും അറക്കല രാജാവിന്റെ കുടുംബക്കാരാണ്. അങ്ങനെ അങ്ങോട്ട് പോവുക, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വിടുക. ഇതൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇതിനെങ്ങനെയാണ് വായക്കാട് പോയാൽ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇന്നൊക്കെ കുഴപ്പന്റെ കുടുംബക്കാരാന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് പോവുക. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ വലിയ വലിയ കുടുംബത്തിലേക്ക് അങ്ങനെ ചേർന്ന് ചാരി നിൽക്കുക. കുടുംബത്തിന്റെ വലുപ്പത്തരം വിളിച്ചു പറയാം. കുടുംബം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാനുള്ള മാനദണ്ഡം മാത്രമാകുന്നു. അത് ജാഹിലിയത്തിന്റെ പരിപാടി. ഇന്നാ അബാഹ വ അബാ അബാഹ ഖദ് ബാലഗ ഫിൽ മജ്ദി ഗായതാ. എന്റെ ഓളും എന്റെ ഓള വാപ്പയും എന്റെ ഓള വാപ്പയും വാപ്പാന്റെ വാപ്പയും ഒക്കെ ആയിരുന്നു ഈ നാട്ടിലെ നേതാക്കന്മാര്. ഇതിനു വേണ്ടി കഅബാലയത്തിൽ ഒരു പന്തി ഉണ്ടായിരുന്നു, ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഇരുന്നിട്ട് അത്താണി എന്ന് പറയും നമ്മളെ നാട്ടില്. അതായത് ആളുകൾക്ക് ഇരുത്തി വിശ്രമിക്കുന്ന ഒരു അത്താണി പോലെ കഅബാലയത്തിന്റെ അവിടെ 2 കല്ല് വെച്ചൊരു ഒരു അത്താണി ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് പെണ്ണുങ്ങളെ കുടിക്കാരെ വീട്ടുകാരെ വലുപ്പത്തിൽ അങ്ങനെ വിളിച്ചു പറയാ. ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പറഞ്ഞോളൂ വലുപ്പത്തിലൊക്കെ പെൺവീട്ടുകാരെ വലുപ്പത്തിലും മാത്രമൊക്കെ അങ്ങനെ പറഞ്ഞോളൂ. കല്ലാ സൗഫ തഅലമൂന. തന്നെ ഇതാണ് ഇപ്പൊ പറഞ്ഞ പെൺവീട്ടുകാരെ മാത്രം. ഇന്നാ അബാഹ വ അബാ അബാഹ ഖദ് ബാലഗ ഫിൽ മജ്ദി ഗായതാ. ഇത് ജാഹിലിയത്ത. ഇത് തുടച്ചു നീക്കി അല്ലാഹുമുത് തകാസുർ ഇറങ്ങിയപ്പോൾ പക്ഷേ എന്റെ സമുദായം അത് അവസാനം വരെ വിടൂലാന്ന് പുണ്യനബി. പിന്നെയോ വത്തഅൻ ഫിൽ അൻസാബി, പിതൃത്വത്തിനെ ആക്ഷേപിക്കുക. ഇന്നോന്റെ മകനല്ലേ, ഇന്നോന്റെ മകനല്ലേ, ഈ എങ്ങനെ നന്നാവോ എന്ന് പറയാ. മനസ്സിലായില്ല? പിതൃത്വത്തെ ആക്ഷേപിക്കുക. ഇത് പറയുന്ന ആളുകളെ വേറൊരു സ്വഭാവമാണ് അതും. അതായത് അവൻ വലിയടത്തേക്ക് ചേർന്ന് നിൽക്കുകയും വേറുള്ളവരെ പരമാവധി എന്റെ വാപ്പാനെ നമ്മളറിയില്ലേ, എന്റെ വാപ്പാന്റെ വാപ്പ നമ്മളവിടെ വന്നു നിൽക്കുന്ന ആളായിരുന്നു എന്നിങ്ങനെ പറയാ. ഇതിങ്ങനെ തന്നെ പൊക്കി വെക്കുക. പിന്നെ താൻ അഭിമുഖീകരിക്കുന്ന ആളുകളെ പരമാവധി ഇതൊക്കെ ജാഹിലിയത്ത്. അത് ഒഴിവാക്കൂല. പിന്നെയോ വൽ ഇസ്തിസ്ഖാഇ ബിൻ നുജൂമി, നക്ഷത്രങ്ങളോട് മഴ തേടുക. അതും എന്റെ സമുദായം ഒഴിവാക്കൂല. അത് ശരി തന്നെയാണ്. ഇസ്തിസ്ഖാ ബിൽ ജാഹിലിയ്യ, ഇസ്തിസ്ഖാ ബിൻ നുജൂമി, നക്ഷത്രങ്ങളോട് മഴ തേടുക. ഇതും എന്റെ സമുദായം ഒഴിവാക്കൂലാണ് പുണ്യനബി. പിന്നെ വന്നിയാഹത്തു വന്നിയാ, മരിക്കണ നേരത്തെ അട്ടാസിക്കുക. ഇതും മിൻ അംരിൽ ജാഹിലിയ്യ.
കുടുംബം ചെയ്യേണ്ട പണി കുടുംബം ചെയ്യില്ല, ചെയ്യാൻ പാടില്ലാത്ത പണി കുടുംബം ചെയ്യും. ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് അവിടെയുള്ള അള്ളാഹുവിന്റെ മലായിക്കത്ത് തന്നെ അവിടെ നിന്ന് ഒഴിവായി പോകും. ഇത് ശ്രദ്ധിക്കണം. ഇത് വളരെ ചിന്തിക്കണം കേട്ടോ, വളരെ മനസ്സിലാക്കണം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിക്കുക. അന്നബിൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അന ബരീഉം മിനസ് സ്വാലിഖത്തി വൽ ഹാലിഖത്തി വശാഖാ. മരണം കാരണത്താൽ ഞാൻ ചില അബദ്ധങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. ഒന്ന് മിനസ് സ്വാലിഖത്തി, അലമുറയിട്ട് കരയുന്നവൾ, അവളെ തൊട്ട് ഞാൻ ഒഴിവാണ്. ഞാൻ ഒഴിവാന്ന് പറഞ്ഞാൽ റിസാലത്തിന്റെ ബന്ധം വിട്ടു. 2 കലിമത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് ചേരുവെന്ന്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സത്യത്തിൽ നമ്മളെ ലിങ്ക് ചെയ്തത് റിസാലത്തിനോടാ. റിസാലത്തിനെയാണ് എന്തിനോട് ലിങ്ക് ചെയ്തത്? തൗഹീദിനോട്. ശ്രദ്ധിക്കണം. നമ്മളെ ലിങ്ക് ചെയ്തത് എന്തിനോടാ? റിസാലത്തിനോടാ. റിസാലത്തിനെ ലിങ്ക് ചെയ്തതാണ് എന്തോട്? തൗഹീദിനോട്. റസൂലിനെ അംഗീകരിച്ചവർക്ക് ആരെ അംഗീകരിക്കാൻ കഴിയൂ? നിങ്ങൾ പറയും മനുഷ്യന്മാരെ. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചത് കൊണ്ടും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചത് കൊണ്ടും മുസ്ലിമാവുകയില്ല. ഒരാൾ പറഞ്ഞു അള്ളാഹു ഏകനൊക്കെ തന്നെയാണ്, എനിക്കറിയാം അള്ളാഹു ഏകനാണെന്നുണ്ട്, എനിക്കറിയാം സ്വർഗം അന്നേരം ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ അതിനിപ്പോ മുഹമ്മദ് നബിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം അവനാരാണ്? കാഫിറാകുന്നു, മുഅ്മിനല്ല, മുസ്ലിമല്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധമാണ്. ആരോടുള്ള ബന്ധം? അള്ളാഹുവോടുള്ള ബന്ധം. അതുകൊണ്ട് പുണ്യനബി പറയാണ്, ഞാൻ ചില ആളുകളോട് ബന്ധം ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് മിനസ് സ്വാലിഖത്തി, മരണ വീട്ടിൽ അലമുറയിട്ട് കരയുന്നവൾ, അവളോട് എനിക്ക് ബന്ധമില്ല. വൽ ഹാലിഖത്തി, മരിച്ചതിന്റെ പേരിൽ ദുഃഖിതയായി തലമുണ്ടനം ചെയ്യുന്നവൾ. വശാഖത്തി, ജുയൂബെല്ലാം അടിച്ച് പൊളിച്ച് കീറുന്നവൾ, നെഞ്ചത്തടിച്ചിട്ട് ഇങ്ങനെ അലമുറയിട്ട് കരയാ. വളരെ ചിന്തിക്കണം. ഇത് വളരെ ഭീമമായ അബദ്ധമാണ്. ഏകദേശം വീടുകളിൽ പെണ്ണുങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിക്കേ, പുണ്യനബി പറയാണ്, കേട്ടോ പെണ്ണുങ്ങൾ കേട്ടോ. മുസ്ലിമിന്റെ ഒരു ഹദീസ്, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ വേറെ ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി, പുണ്യനബി പറയാണ്, അന്നായിഹ, അലമുറയിട്ട് കരയുന്ന, മരിച്ചതിന്റെ പേരിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണുണ്ടല്ലോ, ഈ പിച്ചുമ്പേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കരയാ, പിച്ചുമ്പേയും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന പെണ്ണ്, ഇദാലം തത്ബ് ഖബല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പെണ്ണ് മരിക്കണിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അന്ത്യനാളിൽ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്നതാണ്. താറിന്റെ ഒരു വസ്ത്രമായിരിക്കും അവർക്ക് കൊടുക്കുക. ചൂടുള്ള സ്ഥലത്ത് ഒരു വസ്ത്രം. എന്ത് താറ്? മനസ്സിലായില്ല. എന്ത് മനസ്സിലായില്ല? ഖത്തിറാനാണ് താറ്. എവിടെ ഒഴിക്കണേ? റോട്ടിൽ ഒഴിക്കണ താറ്. ആ താറും ഉണ്ടായിരിക്കും അവളെ വസ്ത്രം ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. പുണ്യനബി പറയാണ്, മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ് ഇദാലം തത്ബ്, എവിടുന്നെങ്കിലും വായിക്കല്ല, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ് കരയാമോ? അത് ഞാൻ പിന്നെ പറയാം. കരയാമോ? ഞാൻ പിന്നെ പറയാം. കരയാം, അത് ഞാൻ പറയാം. പിച്ചുമ്പേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന പെണ്ണുങ്ങൾ, ഇദാലം തത്ബ് ഖബല മൗതിഹാ, മരിക്കുന്നതിന് മുമ്പേ പെണ്ണ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ. താറിന്റെ ഒരു വസ്ത്രമായിരിക്കും അവൾക്ക് അല്ലാഹു നൽകുക. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ കരയാന്ന് പറഞ്ഞു. ആരെ പെണ്ണുങ്ങൾ? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പെണ്ണുങ്ങൾ. ജഅഫർ ആരാ? മുസ്തഫ നബിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ വേറല്ല. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരാൾ വേറല്ല. ആ ജഅഫറിന്റെ നേതൃത്വത്തിലാണ് 1-ാം ഹിജ്റ അബിസീനിയയിലേക്ക് നടത്തിയിട്ടുള്ളത്. 1-ാം ഹിജ്റയുടെ നേതാവ് ജഅഫറാണ് റളിയല്ലാഹു അൻഹു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം അബിസീനിയയിൽ നിന്ന് ജഅഫർ മടങ്ങി വന്നതാണെന്ന് പുണ്യ നബി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബിസീനിയയിൽ നിന്ന് മടങ്ങിയത് നേരെ
മദീനയിലേക്കാണ്. അവർ ഹിജ്റ പോയത് മക്കയെന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വന്നപ്പോൾ ഇവർ അബുസീനിയയിൽ നേരെ ഹിജ്റ വന്നു, മടങ്ങി ഇങ്ങോട്ട് മദീനയിലേക്ക്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം ജഅഫർ മടങ്ങി വന്ന ദിവസമാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ആ ജഅഫർ മരിച്ചുപോയി മുഅ്തദ് യുദ്ധത്തിൽ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. ചിന്തിക്കണം, വലിയ മഹാനായിരുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നജ്ജാശി രാജാവ്, ക്രിസ്ത്യാനിയായ നജ്ജാശി രാജാവ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ജഅഫർ ഇബ്നു അബീ ത്വാലിബിനോട് ചോദിച്ചു, മാ തഖൂലു ഫീ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ പറ്റി എന്റെ അഭിപ്രായം എന്താണ്? ഈസാ നബിന്റെ ദൈവപുത്രനാണെന്ന് വാദിക്കുന്ന ആളായിരുന്നു അബുസീനിയൻ രാജാവ് നജ്ജാശി, ക്രിസ്ത്യാനി. ജഅഫർ വലിയ ധീരനായിരുന്നു. അതാ റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം. ജഅഫർ പറഞ്ഞു, ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അല്ലതി അൽഖാഹാ ഇലാ മറിയമൽ അദ്റാഇൽ ബതൂൽ. കന്യകയായ മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത പ്രത്യേകമായ ആത്മാവ് മാത്രമാണ്, അല്ലാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന് പറഞ്ഞു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അത്രയും മഹാനാണ്, ധീരനായി അത് പറഞ്ഞു. അപ്പോൾ നജ്ജാശി തന്നെ അത് അംഗീകരിച്ചു. പിന്നെ നജ്ജാശി മുസ്ലിമായി. ഈ നജ്ജാശി മുസ്ലിമാകാൻ കാരണം ബഹുമാനപ്പെട്ട ജഅഫറാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു ജഅഫറിന്. പക്ഷേ ഈ ജഅഫർ വഫാത്തായി മുഅ്തദ് യുദ്ധത്തിൽ. ആ മരണവാർത്ത വീട്ടിലറിഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് പറയാമൻ ആയിഷ റളിയല്ലാഹു അൻഹ. ശ്രദ്ധിക്കേ, ആയിഷ ബീവി പറയാണ്, ലമ്മാ ജാഅ അൻ-നബിയ ഖത്ലു സയ്യിദ് ഇബ്നു ഹാരിസത വ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് വ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ജലസ. ഈ മരണ വാർത്ത കിട്ടിയപ്പോൾ, യുദ്ധക്കളത്തിൽ ജഅഫർ അടക്കമുള്ളവര് മരിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോൾ, ജലസ യുറഫു ഫീ വജ്ഹിഹിൽ ഹുസ്നു, വളരെ ദുഃഖത്തോടെ റസൂലുള്ളാഹി വീട്ടിലിരുന്നു. വന അൻളുറു മിൻ സായിരിൽ ബാബി, ഞാൻ വാതിലിന്റെ വിടവിലൂടെ റസൂലുള്ളാഹി ദുഃഖിതനായിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഫഅതാഹു റജുലുൻ, നബിയുടെ അരികിലേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് വന്നാൾ പറഞ്ഞു, നബിയെ, ഇന്ന നിസാ ജഅഫറിൻ, ജഅഫറിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി പറയുകയും ആ പെണ്ണുങ്ങൾ വല്ലാതെ കരയാണല്ലോ നബിയെ എന്ന് പറഞ്ഞു. ഫഅമറഹു, മനസ്സിലായില്ല, ശ്രദ്ധിക്കണില്ലേ? ജഅഫറിന്റെ വീട്ടിലെ മരിച്ചെന്ന് വാർത്ത കിട്ടി. അപ്പൊ വീട്ടിലറിഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ വല്ലാതെ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരാൾ വന്നിട്ട് നബിയോട്. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഫഅമറഹു അൻ യൻഹാഹുന്ന, കരച്ചിൽ നിർത്താൻ അവരോട് പറയൂ എന്ന് പറഞ്ഞയച്ചു. അയാൾ പോയി. രണ്ടാം തവണയും അയാൾ തന്നെ വന്നു. ലം യുതഇനഹു, നബി ആ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് വഴിപ്പെടുന്നില്ല. ഫഖാല ഇൻഹൗന, ആ പെണ്ണുങ്ങളോട് ആ കരയിലൊന്ന് നിർത്താൻ പറയൂ എന്ന് വീണ്ടും പറഞ്ഞയച്ചു. ഫഅതാഹു സാലിസ, ഇയാൾ പോയിട്ട് മൂന്നാം തവണ വീണ്ടും. ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്, ശ്രദ്ധിക്കണം. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇയാൾ മൂന്നാമത്തെ വട്ടവും നബിയുടെ അരികിൽ വന്നു. ഫഖാല, നബിയോട് പറഞ്ഞു, നബിയെ, വലബ്നനാ യാ റസൂലല്ലാഹ്, ആ പെണ്ണുങ്ങൾ വല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവര് കരയുക തന്നെ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഹ്സുഫി അഫ്വാഹിഹന്ന തുറാബ്, അവരെ വായിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തോളൂ. മനസ്സിലായില്ല? ഭർത്താവ് മരിച്ച പെണ്ണിന്റെ വായില് സാരല്ല, ഇതിപ്പോ അങ്ങനത്തെ ഒരു നേരല്ല, കരഞ്ഞോട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. ഫഹ്സുഫി അഫ്വാഹിഹിന്ന തുറാബ്, ആ പെണ്ണുങ്ങളെ വായിലേക്ക് മണ്ണിടുകൊണ്ട് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇത് വലിയ നാശത്തിന് കാരണമാണ്. മാത്രമല്ല ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസിൽ കാണാം, അൻ അനസ് ബിൻ മാലിക് ഖാല മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബറിൻ, ഒരു ഖബറിന്റെ അരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ അരികിലൂടെ പുണ്യനബി കടന്നുപോയി. ഫഖാല, അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണുകൊണ്ട് പടച്ചവനെ അള്ളാനെ പേടിക്കേ, ക്ഷമിക്കുകയും ചെയ്യേ. ഒരു പെണ്ണിന്റെ ഖബറിന്റെ അടുത്ത് കരഞ്ഞിരിക്കുന്നു, ആ പെണ്ണിനോട് ക്ഷമിക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാലത്തപ്പോൾ ആ പെണ്ണ് നബിയോട് പറഞ്ഞു, ഇലൈക്കാന്നി, ആ പെണ്ണിന് നബിയെ വലം തഅരിഫുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാലത്ത് പെണ്ണ് പറഞ്ഞു, ഇലൈക്കാന്നി, നീ നിന്റെ പാട്ടിന് പോ, ഫഇന്നക ലം തുസബ മിൻ മുസീബത്തി, എന്റെ മുസീബത്ത് നിനക്ക് പറ്റാത്തത് കൊണ്ടാണ്, നിനക്ക് വരാത്തത് കൊണ്ടാണ് നീ എന്നെ ആക്ഷേപിക്കുന്നത് പറഞ്ഞ പെണ്ണ് വീണ്ടും കരഞ്ഞു. ഫഖീല ലഹാ, അപ്പോൾ ആരോ പെണ്ണിനോട് പറഞ്ഞു, ഇന്നഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയാണ്. അപ്പോൾ ആ പെണ്ണ് നബിയുടെ വീട്ടിലേക്ക് വന്നു. കാലത്ത് എന്നിട്ട് പെണ്ണ് പറഞ്ഞു, നബിയെ അറിയാത്തതുകൊണ്ടാണ്.
ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമസ് സബ്റു, ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സബ്ർ ഇൻദ സദ്മത്തിൽ ഊലാ, വലിയ അത്യാപത്ത് വരുന്ന നേരത്തെ മാറത്തടിക്കാതെ ആ സമയത്തെ അവധാനതയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യലാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജ്ഞാനം വിവേകമാണ്. അതാണല്ലോ സയ്യിദ്നാ മൂസ, ഓർമ്മയില്ലേ? മൂസാ നബി ഖദർ നബിയോട് പോയി ആവശ്യപ്പെടുന്നത്, ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നുണ്ട്, അലത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുസ്ദാ. അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച വിവേകജ്ഞാനം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളൊപ്പം പോരാം എന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ. ആരോട്? മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. ശ്രദ്ധിക്കണം, അപ്പൊ വളരെ ചിന്തിക്കണം, ഈ വിവേകം അവിടെ കാണിക്കണം. എന്ന് മാത്രമല്ല, ബുഖാരിയുടെ ഒരു ഹദീസ് ശ്രദ്ധിക്കേ. അനിൽ മുഗൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറയാണ്, മൻ നീഹ അലൈഹി, ആരുടെ മേലെങ്കിലും വിലപിച്ച് കരയപ്പെട്ടാൽ യുഅദ്ദബു, അയാൾക്ക് അദാബ് ലഭിക്കാൻ കാരണമാണ്. ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട തഫ്സീർ അയാളുടെ വസിയത്ത് പ്രകാരം ആണെങ്കിൽ എന്നാണ്. ചിലപ്പോൾ ചില സമയത്തൊക്കെ പറയാറുണ്ടല്ലോ, ഞാനൊന്ന് മരിച്ചാൽ വരെ കരയാൻ ഇവിടെ ആളുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്, ഇല്ലേ? മരണവും കരയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്നത് പോലെയാണ്, ഇല്ലേ? അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ടല്ലോ. അപ്പൊ ഭാര്യ മനസ്സിലാക്കും, അയാൾ മരിച്ച അതിന്റെ അടുത്ത കടമ എനിക്ക് കരയലാണ്. ചിന്തിക്കും, ഞാൻ മരണപ്പെട്ടാൽ വരെ ഇവിടെ കരയാൻ ആളുണ്ടാവില്ല, ദേഷ്യം പിടിക്കാൻ പറയുന്നതിന്റെ സംസാരമാണത്. അപ്പൊ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത, ഇയാൾ മരിച്ചാൽ ഇവൾ കരയാണ്ട വലിയ ബാധ്യത എന്നുള്ളോടത്തുണ്ട്. ഇനി അത് പ്രകാരമാണ്, അപ്പൊ ഇതിന്റെ അടുത്ത ബാധ്യത എന്ന് വിചാരിച്ച് ഇവള് കരയലാകാം, അല്ലെങ്കിൽ നിങ്ങളെല്ലാരും കരയണമെന്ന് അയാൾ വസിയത്ത് ചെയ്തതാകാം. അങ്ങനെയാണ് എങ്കിൽ ഒരാളെ വസിയത്ത് പ്രകാരം അയാൾക്ക് വേണ്ടി കരയപ്പെട്ടാൽ, വിലപിച്ച് കരയപ്പെട്ടാൽ, അളവിൽ അയാൾക്ക് ശിക്ഷയുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ കരഞ്ഞുകൂടെ? കരയാം. അതെങ്ങനെയാ? ശ്രദ്ധിക്കുക. അന്നുസാമത്ത് ബിൻ സൈദിൻ ഖാല അർസലത് ഇബ്നത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ ഒരു മകൾ നബിയുടെ അരികിലേക്ക് ആളയച്ചു. ഇന്നബിനല്ലി, എന്റെ കുട്ടി കുബില മരിക്കാനായിട്ടുണ്ട്, പയോട് ഒന്ന് വരാൻ പറയുന്നു. ഹബീബായ നബിയുടെ അടുത്തേക്ക് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൾ അവരുടെ കുട്ടി മരിക്കാനൊരുങ്ങിയപ്പോൾ പുണ്യ നബിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഫഅർസലൻ നബിയു, അപ്പോൾ റസൂലുള്ളാഹി യുഖരിഉ അലൈഹിസ്സലാം അവർക്ക് സലാം പറഞ്ഞേക്കുകയും വയഖൂലു, ഇങ്ങനെ പറയുകയും ചെയ്തുകൊണ്ട് പറഞ്ഞയച്ചു, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അതാ. അല്ലാഹു തന്നതും എടുത്തതും ഒക്കെ അല്ലാഹുവിന്റെ തന്നെ, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പോകി പറഞ്ഞേക്കുന്നു. വകുല്ലുന ഇൻദഹു ബിഅജലിൻ മുസമ്മാ, ഏതൊരാളും അല്ലാഹുവിന്റെ നിർദ്ദിഷ്ടമായ അവധി അനുസരിച്ച് ജീവിക്കുകയാണ്. വൽ തസ്ബിർ വൽ തഹ്തസിബ്, അവളോടൊന്ന് ക്ഷമിച്ച് കൂലി പ്രതീക്ഷിച്ചിരിക്കാൻ പറയൂന്ന് പുണ്യനബി പറഞ്ഞയച്ചു. ഈ വിവരം കിട്ടിയപ്പോൾ ഈ മകൾ വീണ്ടും പറഞ്ഞയച്ചു, തുഖ്സിമു അലൈഹി, ഞാൻ സത്യം ചെയ്ത് പറയാണ്, എന്റെ അടുത്ത് വരിക തന്നെ വേണം. ഫഖാമ റസൂലുള്ളാഹി, മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി എണീറ്റു. വമഅഹു സഅദ് ബിൻ ഉബാദ, നബിയുടെ കൂട്ടത്തിൽ സഅദ് ബിൻ ഉബാദയുണ്ട്. വമുആദ് ബിൻ ജബൽ വഉബയ്യ് ബിൻ കഅബ്, അവരെല്ലാവരും ഉണ്ട്. വസൈദ് ബിൻ സാബിത്ത്, അവരെല്ലാവരും ഉണ്ട്. ഒരിജാലും കുറച്ച് സ്വഹാബികളുമുണ്ട്. ആ കുട്ടിയെ, മരിക്കാൻ പോകുന്ന കുട്ടിയെ നബിക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അതിങ്ങനെ പെടയുന്നുണ്ട്, ആത്മാവ് പെടയാ, മരിക്കാൻ പോവാ. അപ്പൊ റസൂലുള്ളാഹിന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകി വന്നു. മനസ്സിലായില്ല? ആ കുട്ടി തന്റെ കുട്ടി കരയുന്നത്, മകളുടെ മകൻ മരിക്കുന്നത് രംഗത്ത് നബി എത്തിയപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞു. ഫഖാല സഅദുൻ, ഇത് കണ്ടപ്പോൾ സഅദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ തന്നെയാണോ പോയി കരയുന്നത് എന്ന് ചോദിച്ചു. എല്ലാവരും കരയരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാൻ മനസ്സിലാവണില്ലേ? നിങ്ങൾ കരയാണോന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ, ഇത് റഹ്മത്താകുന്നു, ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി,
അള്ളാഹു അവന്റെ അടിമകളുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന കാരുണ്യമാണ്. അഥവാ കരയൽ എവിടെ ഒതുങ്ങണം? കണ്ണിലൊതുങ്ങണം. നാവിലേക്ക് വിട്ടെടുത്താൽ അബദ്ധയിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് വിഷയം. കണ്ണുനീര് ഒഴുകി ഇങ്ങനെ വരിക. എന്നിട്ടോ വേറെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഇത് ബുഖാരിന്റെ ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ച വീട്ടിലൊക്കെ മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്തും മരണം നടന്ന ഉടനെയും അലമുറ കൊള്ളുന്ന ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങളെ രീതിയൊക്കെ ഇസ്ലാമല്ല, ജാഹിലിയത്താകുന്നു. അത് ദീനുമായി ബന്ധമില്ലാത്ത പ്രവർത്തനമാണ്. വളരെ ശ്രദ്ധിക്കണം. എന്ന് മാത്രല്ല, അവിടെ കൂടി അള്ളാന്റെ മലായിക്കത്തു റഹ്മത്തിന് വരെ ഓടിക്കാൻ ആ പ്രവർത്തനം കാരണമാകും. വളരെ ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സ്വഹാബികൾ, യുദ്ധത്തിന് പോയ സ്വഹാബികൾ മരിച്ച വിഷയം നബി ഇങ്ങനെ പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൊടി പിടിച്ചു. ഫൗസീബ, അദ്ദേഹത്തിന് ആപത്ത് പറ്റി മരണപ്പെട്ടു. സുമാഖറഹ, ജഅഫർ പിടിച്ചു. ഫൗസീബ, അദ്ദേഹം മരിച്ചു. സുമാഖറഹ അബ്ദുല്ലാ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ് കൊടി പിടിച്ചത്. ഫൗസീബ, അദ്ദേഹം മരണപ്പെട്ടു. ഈ മരിക്കുന്ന വാർത്ത തന്റെ ശുഹദാക്കളായ സ്വഹാബത്തിന്റെ വാർത്ത നബി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വഅൈനൈ റസൂലുള്ളാഹി ഹബീബായ നബിയുടെ കണ്ണിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിരോധമല്ല, സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹിന്റെ മകൾ സൈനബ് മരണപ്പെട്ടപ്പോൾ ആ സദസ്സിൽ റസൂലുള്ളാഹി പങ്കെടുത്തു. ഖബറിന്റെ അടുത്തിരിക്കുന്നുണ്ട് ഹബീബായ നബി. ലഖദ് റഅയ്തുഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഐനാഹു തദ്മാൻ, കണ്ണിങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, ഇത് ഒതുങ്ങേണ്ടത് കണ്ണിലാണ്. അത് റഹ്മത്തുമാണ്. റഹ്മത്തില്ലാത്തൊരു റഹ്മത്ത് ഉണ്ടാവുകയില്ല. മൻ ലാ യർഹമു ലാ യുർഹമു, അങ്ങോട്ട് കാരുണ്യമില്ലാത്തവർക്ക് ഇങ്ങോട്ട് അള്ളാന്റെ കാരുണ്യമില്ല. അപ്പൊ ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ, മരണപ്പെട്ടാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മോമിനിങ്ങൾ എന്ത് ചെയ്യും? ഉറ്റവർ ഉടയവർ ബന്ധപ്പെട്ടവർ മരിച്ചാൽ എന്ത് ചെയ്യും? ആ കരയാതിരുന്ന അവന്റെ കറാമത്തൊന്നുമല്ല, അവന്റെ മനസ്സിൽ അത് അത്ര തട്ടിയിട്ടുണ്ട്. അവരെന്നിട്ട് കണ്ണുനീര് പൊട്ടിയില്ലട്ടോ, അത് കറാമത്തൊന്നുമല്ല. കാരണം ആര് കരഞ്ഞിട്ടുണ്ട്? മനസ്സിൽ തട്ടിയ മരണത്തിനൊക്കെ ആര് കരഞ്ഞിട്ടുണ്ട്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കരയലിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാം. കണ്ണിൽ ഒതുങ്ങുന്ന കണ്ണുനീരിന് റഹ്മത്തി, കാരുണ്യത്തിന്റെ കണ്ണുനീർ എന്ന് പറയുന്നു. അള്ളാഹു നമുക്ക് കാരുണ്യം നൽകട്ടെ. കാരുണ്യത്തിന്റെ പ്രത്യേകത എന്താ? മൻ ലാ യർഹമു ലാ യുർഹമു, ആർക്കെങ്കിലും അങ്ങോട്ട് കാരുണ്യമില്ലേ അവർക്ക് ഇങ്ങോട്ടും കാരുണ്യം ലഭിക്കുകയില്ല. അങ്ങോട്ട് കാരുണ്യം ഉണ്ടാവണം, അപ്പോഴും ഇങ്ങോട്ടും ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ദഖൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഹബീബായ നബിയുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന നേരം ഹബീബായ റസൂലുള്ളാഹി വന്നു. എന്നിട്ട് ഫഖബ്ബലഹു വശമ്മഹു, ആ കുട്ടിയെ വാസനിക്കുകയും ചുംബിക്കുകയും ചെയ്തു. എന്നിട്ടോ ഫജഅൽതു ഐനാ റസൂലില്ലാഹി ലതദ്രിഫാൻ, കണ്ണിങ്ങനെ ഒലിച്ചു. ഫഖാല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നബിയോട് ചോദിച്ചു, അവ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും കരയുകയാണോ? ഫഖാല ഇന്നഹാ റഹ്മ. ഫഖാല, എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, ഫഖാല ഇന്നൽ ഐന തദ്മഉ, കണ്ണ് ഒലിക്കുകയും വൽ ഖൽബ യഹ്സനു, ഹൃദയം വേദനിക്കുകയും ചെയ്യും. പക്ഷേ വലാ ഇർലാ വലാ നഖൂലു മാ ഇർലാ റബ്ബുനാ, അല്ലാഹുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയാം, ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാൻ പാടില്ല. അത് നമ്മൾ പറയുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ വളരെ ചിന്തിക്കുക. റഹ്മത്തിന്റെ കണ്ണുനീരാണെങ്കിൽ വിരോധമൊന്നുമില്ല. സംസാരങ്ങൾ മുസ്തഫ റസൂൽ പറഞ്ഞു, ഇന്നമാ യുഅദ്ദബു വഅശാറ വലാകിൻ യുഅദ്ദബു ബിഹാദാ, മരിക്കുന്ന ആൾക്കോ അത് വസിയത്ത് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ ആൾക്ക് തന്നെയും ശിക്ഷ വരാനുള്ള അടിസ്ഥാന കാരണം വഅശാറ ഇലാ ലിസാനിഹി, നാവ് അതിന് കാരണമാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മയ്യത്തിനെ കാണുക എന്നൊരു പ്രവർത്തനം സുന്നത്തുള്ള ഒരു അമലേ അല്ല. മയ്യത്തിനെ കാണുക എന്ന പ്രവർത്തനം, അതിനെ കുറിച്ചൊന്ന് പറയാം. ഗൗരവമായി ചിന്തിക്കണം. മയ്യത്തിനെ കാണലൊരു സുന്നത്തെ അല്ല. ഒരു നോക്ക് കാണാൻ വേണ്ടി എന്നൊക്കെ വലിയ വലിയ ലേഖനത്തിലൊക്കെ എഴുതാറുണ്ട്, ഇല്ലേ? അങ്ങനല്ലേ? അവസാനത്തെ ഒരു നോക്ക്, ഇല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? അവസാനത്തെ ഒരു നോക്ക്. കാണൽ സുന്നത്തല്ല. എന്തുമാത്രമാണ്? കാണാം. മനസ്സിലായില്ല?
നിങ്ങൾ ശ്രദ്ധിക്കേ, കാണാം നാന്ന് കഴിഞ്ഞാൽ പിന്നെ വായൊന്നിങ്ങനെ പൂട്ടി പിടിക്കാം. കാണൽ സുന്നത്തില്ല, എന്തേ ഉള്ളൂ? നിങ്ങൾ പറയും ഒന്ന് പറ. കാണാം. ആവശ്യമില്ലാതെ കാണൽ കറാത്താണെന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ശ്രദ്ധിക്കണം. മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകൾ ആവശ്യമില്ലാതെ മയ്യത്തിലേക്ക് നോക്കൽ കറാത്തും ഔറത്തിലേക്കാകുമ്പോൾ ഹറാമുമാണ്. ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ആവശ്യമില്ലാതെ മയ്യത്തിലേക്ക് നോക്കൽ കറാഹത്തും, എന്നാൽ ഔറത്തിലേക്ക് ആവശ്യമില്ലാതെ നോക്കൽ ഹറാമുമാണ്. മയ്യത്തെ കാണുക എന്ന കാര്യം ഒരു സുന്നത്തായ അമൽ അല്ല. ശ്രദ്ധിക്കണം. ഇതെന്തിനാ ഞാൻ പറയുന്നതോ, കാഫൻ വരെ എന്ത് ചെയ്യും? മന്തി പൊളിച്ചു. ഇനി ആരാ കാണാൻ ബാക്കിയുള്ളത്? എന്തോ ഒരു പറ്റിയ ഒരു മഹത്വം പോലെയാണ്. ഇനി ആരാ കാണാൻ ബാക്കിയുള്ളത് എന്ന് പറയും. വളരെ ഗൗരവമായി അത് ചിന്തിക്കണം. ഇത്തരം അമൽ, ഈ ഒരു അമലിന്റെ പിന്നിൽ ഒരു സുന്നത്തും നിലനിൽക്കുന്നില്ല. പക്ഷെ എന്തുണ്ടാവാം? അദ്ദേഹത്തിന്റെ അഹ്ലിനും ജീറാനിന് അയാളെ ഒന്ന് കാണാം. കാരണം ജീവിതകാലത്ത് കണ്ടവരല്ലേ. കാണൽ അത്ര സുന്നത്തായ അമലൊന്നും അല്ല. ശ്രദ്ധിക്കണം. കാണാം, ചുംബിക്കാം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചു, കണ്ടു, ചുംബിച്ചു. കാണാം, ചുംബിക്കാം, ചുംബിക്കുകയും ചെയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂൽ കയറി വന്നു. വഹുവ മയ്യിത്തുൻ, മയ്യിത്തായ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് കയറി വന്നു. ഫകശഫ അൻ വജ്ഹിഹി, എന്നിട്ട് മുഖത്തുനിന്ന് വസ്ത്രമെടുത്ത് നീക്കി. സുമ്മ അകബ്ബ അലൈഹി ഫഖബ്ബലഹു. പ്രഗൽഭ സ്വഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മയ്യിത്തിനെ റസൂൽ ചുംബിച്ചു. തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖബ്ബലഹു ബൈന ഐനൈഹി, രണ്ട് കണ്ണിന്റെ ഇടയിൽ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ചുംബിച്ചു. അഹ്ലി അഖാരിബിന്, അദ്ദേഹത്തിന്റെ അസ്ദിഖായിന് വേണമെങ്കിൽ മയ്യിത്തിനെ കാണൽ മാത്രമല്ല, മയ്യിത്തിനെ ചുംബിക്കുകയും ചെയ്യാം. എന്നാൽ ഇതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞ അഭിപ്രായം വയജൂസു എന്നാണ്, വയുസന്നു എന്നുമല്ല. സുന്നത്താണ് എന്നല്ല, ചുംബിക്കൽ സുന്നത്തല്ല, കാണൽ സുന്നത്തല്ല. എന്നാൽ ചുംബിക്കലും കാണലുമെല്ലാം ജായിസാകുന്നു. ഒരു ജായിസായ പ്രവർത്തനത്തിന് വേണ്ടി ശ്രദ്ധിക്ക്, തിരക്കുണ്ടാക്കുക. ഒരു മുഖറബായ ഒരു കുർബത്തായ പ്രവർത്തനത്തിന് പോലും തിരക്കുണ്ടാക്കാൻ പാടില്ല. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മസല പറഞ്ഞുള്ളൂ. ഒരു കുർബത്ത്, ഒരു ആരാധനക്ക് പോലും തിരക്കുണ്ടാവാൻ പാടില്ല. ഒരു കാര്യം പറയാ, ആരാധനയിലെ പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ തഖ്ബീലുൽ ഹജറിൽ അസ്വദി. ഹജറുൽ അസ്വദിനെ ചുംബിക്കൽ പ്രധാനപ്പെട്ട ആരാധനയാണ്. അത് സുന്നത്തുമാണ്, കുർബത്തുമാണ്. മയ്യിത്തിനെ കാണൽ സുന്നത്തുമല്ല, പ്രധാനപ്പെട്ട ഒരു ആരാധനയുമല്ല. ഹജറുൽ അസ്വദിനെ കാണലോ സുന്നത്തുമാണ്, ആരാധനയുമാണ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഹജറുൽ അസ്വദ് കാണൽ സുന്നത്തുമാണ്, ആരാധനയുമാണ്. മയ്യിത്ത് കാണൽ സുന്നത്തുമല്ല, ആരാധനയുമല്ല. എന്നാൽ സുന്നത്തും ആരാധനയുമായ ഹജറുൽ അസ്വദ് കാണാനോ ചുംബിക്കാനോ പോലും ഉണ്ടാക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, പൊന്നുമോനെ, നീ എന്നെ മറക്കരുത്, ദുആയിൽ കൂട്ടണേ എന്ന് പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഇന്നക റജുലുൻ ഖവിയുൻ, ഈ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. ലാ തുസാഹിമു അലൽ ഹജരി, ഹജറുൽ അസ്വദിന്റെ അടുത്ത് തിരക്കുണ്ടാക്കാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് ബലഹീനന്മാരായ ആളുകളെ നീ ബുദ്ധിമുട്ടാക്കും, അഥവാ ആരാധന കുറ്റമായി മാറും. ആരോട് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ ഒന്ന് തൊട്ട് ആ കൈയൊന്ന് മുത്തിയാൽ മതി, ഇല്ല അല്ലെങ്കിൽ അതിനെ അഭിവാദ്യം ചെയ്യുക. ഫഹല്ലിൽ വകബ്ബിർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയാൽ മതി. തൊടാൻ പോലും പോകണ്ട, തിരക്കുണ്ടാവരുത്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. കഅബാലയത്തിന്റെ പ്രധാനപ്പെട്ട മൂലയിൽ സ്ഥാപിച്ച സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന, ആരാധിക്കുന്നതല്ല എന്ത്
കഅബ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന നിലയിൽ ആദരിക്കുന്നത് മാത്രമായ ആരാധിക്കുന്നതല്ല. ഇന്നക ഹജറും മിനൽ അഹ്ജാരി, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലൗലാ മാ റഅയ്തു റസൂലല്ലാഹി ഖബ്ബലക മാ ഖബ്ബൽതുകി, നിന്നെ അല്ലാഹു റസൂൽ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ആര്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. നീ ഒരു കല്ലാന്ന് എനിക്കറിയാം, അല്ലാഹു റസൂൽ ചുംബിച്ചോണ്ട് ഞാൻ ചുംബിച്ചാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ.